1000, 500, 300 ഇതൊക്കെ. ആമസോണിൽ നിന്ന് ഒരു കൊറിയറുണ്ട്. അപ്പോൾ നമ്മളെ കത്തി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ഹൈ കാർബൺ സ്റ്റീലാണ്. കാർബൺ സ്റ്റീലിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും നമുക്കിത് ചെയ്യാൻ പറ്റും. നല്ല ക്ലീൻ പീസ്. വേറെ മാർക്കിങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ ഒരുപാട് സ്ഥലം കിട്ടും. ആദ്യം നമുക്കിതിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാൻ വൈറ്റ് പെയിൻ്റാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു മാസ്കിംഗ് ടേപ്പ് വേണം. നമ്മുടെ കത്തിയുടെ പിടി മുഴുവൻ പെയിൻറ് പറ്റാത്ത രീതിയിൽ മാസ്ക് ചെയ്തെടുക്കണം. പെയിൻറ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ചെയ്താൽ മതി, ഒരുപാട് കട്ടി നമുക്ക് വേണ്ട. അപ്പോൾ നമ്മുടെ കത്തി ഇതേ പെയിൻ്റ് അടിച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വരയ്ക്കാം. പെൻസിലോ പേനയോ ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ വരയ്ക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ഫടികത്തിലെ ലാലേട്ടനെ വരയ്ക്കാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗോയോ പേരോ എന്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ച് കത്തിയുടെ ഷേപ്പ് അത് സ്കെച്ച് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പടം അത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യണം. ഇനി നമ്മൾ സ്കെച്ച് ചെയ്തെടുത്ത പേപ്പർ സ്ക്രീനിന് മുകളിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് നമുക്ക് വേണ്ട ഭാഗം സ്കെച്ച് ചെയ്തെടുക്കാം. മെയിനായിട്ട് ഡാർക്ക് ഷെയ്ഡ് വരേണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് സ്കെച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്കെച്ച് ചെയ്തെടുത്ത പേപ്പർ കത്തിയുടെ മുകളിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ വരച്ച പടം കത്തിയുടെ മുകളിൽ പതിയുന്നതായിട്ട്. ഇനി സിമ്പിളായിട്ട് ഡാർക്ക് ഷെയ്ഡുകൾ വരുന്ന ഭാഗമൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം അവിടെയൊക്കെയാണ് നമുക്ക് മെറ്റൽ എച്ചിങ് ചെയ്യേണ്ടത്. എനിക്ക് കുറച്ചൊക്കെ വരയ്ക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ചില ഭാഗങ്ങളൊക്കെ ഫ്രീ ഹാൻഡായിട്ടാണ് സ്കെച്ച് ചെയ്ത് പോകുന്നത്. ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞാൽ ഇനി നമുക്കൊരു സൂചി വേണം. അതല്ല എങ്കിൽ സൂചി പോലെ ഷാർപ്പായ എന്തെങ്കിലും. ഇനി നമുക്ക് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ചെറിയ നീഡിൽ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ അത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടും. ശരിക്കും നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻ്റ് ഇളകി കളഞ്ഞ ഭാഗമില്ലേ, അവിടെയൊക്കെയുള്ള മെറ്റൽ നമ്മളൊരു ചെറിയ കുഴി പോലെ റിമൂവ് ചെയ്ത് കളയുകയാണ്. ഇതിനെയാണ് ഈ മെറ്റൽ എച്ചിങ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വരേണ്ട ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കത്തിയുടെ കട്ടിങ് ആംഗിൾ വരുന്ന ഭാഗത്ത് കുറച്ച് പെയിൻറ്റ് റിമൂവ് ആയിട്ടുണ്ട്. അവിടെ നമ്മളൊരു നെയിൽ പോളിഷർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റി ആവശ്യമില്ലാത്ത ഭാഗത്തു നിന്നൊക്കെ പെയിൻറ്റ് റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്ക് എച്ചിങ് ചെയ്യാനായി ഒരു പവർ സോഴ്സ് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ബാറ്ററിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അഡാപ്റ്ററോ ഉപയോഗിക്കാം. ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു അഡാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിനായിട്ട് 2 സ്റ്റീൽ സ്ക്രൂ എടുത്ത് 2 വയറിൻ്റെയും എൻഡിൽ കണക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഈ സ്റ്റീലാണികൾ ഉപ്പ് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഏത് സ്റ്റീലാണിയിൽ നിന്നാണോ പത വരുന്നത് അതാണ് നെഗറ്റീവ്. ഞാനിവിടെ 12 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഞാൻ നമ്മുടെ കത്തിയുടെ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ വയറാണ്. അതിൻ്റെ ഒരറ്റത്ത് ഞാൻ നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മെഡിക്കൽ കോട്ടൺ എടുത്ത് നമ്മുടെ കോപ്പർ വയറിൻ്റെ എൻഡിലായി ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇലക്ട്രോഡ് ഉപ്പുവെള്ളത്തിൽ മുക്കി ഇതുപോലെ നമുക്കിങ്ങനെ കത്തിയിൽ ഉരച്ചു കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഇടത്തിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മളിത് ചെയ്യുന്ന ഭാഗമൊക്കെ ഡാർക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഏത് ഭാഗത്താണോ കൂടുതൽ ഷെയ്ഡ് വേണ്ടത് അവിടെ നമ്മൾ കുറച്ചധികം നേരം വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ കോട്ടൺ മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ കത്തി മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തിന്നറും ഒരു പഴയ ബ്രഷും എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് ബാക്കിയിരിക്കുന്ന പെയിൻറ്റ് മുഴുവൻ നമുക്കിങ്ങനെ ഇളക്കി കളയാം.